ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് പപ്പായ മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്നൊക്കെ പറയട്ടോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പായ നുറുക്കി അടുപ്പത്ത് വെച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടെടുത്ത് 2 പച്ചമുളക്, കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത്, എന്നിട്ട് അടുപ്പ് കത്തിച്ച് നമ്മൾ വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. എല്ലാവരും ഇതുപോലെ ഈ പപ്പായ വെച്ച് കഴിക്കണം കേട്ടോ, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കഴിച്ചാൽ. നമ്മൾ പപ്പായ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ടിട്ട് പപ്പായനെ ഇതിലേക്ക് തട്ടി കൊടുക്കുക. അത്ര പണിയുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാവും ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, കേടുപാടില്ലാത്തൊരു സാധനമാണ്. നമ്മളെ വീട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ മീൻ പൊരിക്കാനാണ് കേട്ടോ. മീൻ തേച്ച് വെച്ചിട്ടുണ്ട്. മുളക്, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഞാൻ തേച്ച് വെച്ച മീനാണ്. അപ്പോൾ അത് പൊരിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം നല്ലോണം മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ മീനൊക്കെ. പിന്നെ ഞാനൊരു ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. മോളാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞ് പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, ചെറിയ ഉള്ളി ഇട്ടിട്ട് ചതച്ച് ബീറ്റ്റൂട്ടിൽ അരിഞ്ഞ് വെച്ചതിലേക്ക് നല്ലോണം ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കടുകിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊക്കെ പൊട്ടി ശരിയായതിന് ശേഷം നമ്മൾ ആ ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെല്ലാം കുഴച്ച് വെച്ചതാണല്ലോ. അപ്പം ഇനി അതിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച് കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുക. നല്ലോണം വേവ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ആവും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക.